ിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുതൽ ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ മതി. നമ്മൾ വായിച്ചത് ആകാശവും, ആ വാക്യം ഒന്നും വായിച്ചു, ഫസ്റ്റ് പാർട്ട് മാത്രം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും മതി. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി ഇവ പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. ഇതാണ് പത്രോസ് ശ്ലീഹ അവിടെ പറയുന്നത്. അപ്പോൾ ആകാശം, ഭൂമി ഇവയൊക്കെ ഉളവായത് ദൈവത്തിന്റെ വചനത്താലാണ് എന്ന് പത്രോസ് ശ്ലീഹ അവിടെ പറയുകയാണ് ചെയ്തത്. നാം സൃഷ്ടിപ്പിനെ കുറിച്ച് വ്യക്തമായ അറിവ് തിരുവചന ആധാരത്തിൽ പ്രാപിച്ചിരിക്കേണ്ടത്, നമുക്ക് ആ അറിവ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 104-ന്റെ 30-ാം വാക്യം കൂടെ ഇവിടെ വായിക്കാം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ സൃഷ്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണ്? യഹോവയായ ദൈവം തന്റെ ശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിപ്പ് നടക്കും. പത്രോസ് ശ്ലീഹ പറഞ്ഞത് ദൈവത്തിന്റെ വചനത്താൽ ആണ് ഉളവായത്. അപ്പൊ ഈ സൃഷ്ടിപ്പിന്റെ പ്രോസസ്സ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് സൃഷ്ടിപ്പ് നടക്കുന്നതെന്നാണ്? ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെ സംബന്ധിച്ച് പലവിധമായ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരുണ്ട്. എന്താണ് ദൈവത്തിന്റെ വചനം? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും ആകാശത്തേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. മനസ്സിലാക്കണം, ഹിമവും നീരാവിയും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ട് ഇവിടെ വിത്തും വിളയും ഫലവും ഭക്ഷിപ്പാൻ യോഗ്യമായ സംഗതികളുമൊക്കെ ഉണ്ടാകുന്നത് പോലെ അതുപോലെയാണ് യഹോവയായ ദൈവത്തിന്റെ വചനം. ആ വാക്യം വായില്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അതുപോലെ ആയിരിക്കും എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. തുടർന്ന് അതായത് അതിനു മുമ്പ് പറഞ്ഞ എന്താണ്? ഹിമവും നീരാവിയും ഒക്കെ ആകാശത്ത് നിന്ന് പുറപ്പെട്ട് ഭൂമിയെ നനച്ച് വിത്തും വിളയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും. അത് താൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ യഹോവയായ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുകയില്ല എന്നാണ് യെശയ്യാ പ്രവാചകൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ വായിച്ചത്? 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. അത് വെറുതെ എന്റെ അടുത്തേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് വചനം. യഹോവയായ ദൈവം
തന്റെ വായിൽ കൂടി അയക്കുന്നതാണ് വചനം. ആ യഹോവയായ ദൈവം തന്റെ വായിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അഥവാ അയക്കുന്ന വചനം എന്തുദ്ദേശത്തോടു കൂടി യഹോവയായ ദൈവം അയച്ചുവോ ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കുന്നു. അതല്ലാതെ വെറുതെ അങ്ങോട്ട് തിരിച്ച് ഇല്ലേ ബൂമറാങ് പോലെ മടങ്ങിച്ചെല്ലും എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുദ്ദേശത്തോടു കൂടി അയച്ചോ അതിന്റെ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് യെശയ്യാവ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സങ്കീർത്തനം 104:30 വായിച്ചത് എന്താണ്? 104:30 വായിച്ചത് അവിടെ യഹോവയായ ദൈവത്തോട് പറയുകയാണ്, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പൊ മനസ്സിലായോ? സൃഷ്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണ്? യഹോവയായ ദൈവത്തിന്റെ ശ്വാസത്തെ യഹോവയായ ദൈവം അയക്കുമ്പോൾ സൃഷ്ടിപ്പ് നടക്കുന്നു. ദൈവത്തിന്റെ വചനത്താലാണ് ഭൂമിയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഉളവായത് ദൈവത്തിന്റെ വചനത്താലാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ വായിലെ ശ്വാസമാണ് എന്ന് വളരെ കൃത്യമായി സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നു. സങ്കീർത്തനം 33:6 വായിച്ചോ, ആ കാര്യം അങ്ങ് ഉറപ്പിക്കാം നമുക്ക്. സങ്കീർത്തനം 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യവും ഉളവായി. അപ്പോൾ ആകാശം എങ്ങനെയാണ് ഉളവായത്? യഹോവയുടെ വചനത്താലാണ് ആകാശം ഉളവായത്. യഹോവയുടെ വചനം എന്താണ്? യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്നതാണ് യഹോവയുടെ വചനം. അതെന്തുദ്ദേശത്തോടു കൂടി അയക്കുന്നുവോ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യവും ഉളവായി എന്ന് വളരെ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി സൃഷ്ടിപ്പുഴത്തിനൊക്കെ ഒന്നുകൂടി ഉറപ്പിച്ച് അതിന്റെ 9-ാം വാക്യം സങ്കീർത്തനം 33:9 പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. യെശയ്യാ 55:11 എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ വെറുതെ എന്റെ അടുത്തേക്കും മടങ്ങി വരികയില്ല. മനസ്സിലായോ? അതെന്തിനു വേണ്ടി പുറപ്പെടുവിച്ചുവോ അതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നു എന്നാണ്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അടുത്തത് അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. That has been established as it is what he has commanded. അവൻ എന്ത് കൽപ്പിച്ചുവോ അത് അങ്ങനെ തന്നെ സ്ഥാപിതമായി. ഇതിനെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 12-ാം വാക്യത്തിൽ യഹോവയായ ദൈവമാണ് പറയുന്നത്. ഒന്നുകൂടെ റെഫറൻസ് നിങ്ങളുടെ നോട്ടിനായിട്ട് ഞാൻ പറയുന്നു. യെശയ്യാ 45:12. ഇനി പറ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി. ആരുണ്ടാക്കി എന്നാണ്? എത്ര പേരുണ്ടാക്കി എന്നാണ് ഭൂമിയെ? പങ്കാളികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? സിംഗിൾ പേഴ്സൺ, നോട്ട് മോർ ദാൻ വൺ. സിംഗിൾ പേഴ്സൺ, ഒരേ ഒരു വ്യക്തി. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി. അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചത്? യഹോവയായ ദൈവം എന്ന ഒരേ ഒരുവൻ മാത്രമാണ് ഭൂമിയെ ഉണ്ടാക്കുകയും ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തത്. അടുത്തത് എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അപ്പോൾ അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ആകാശത്തെ അവൻ തന്റെ കൈകൾ വിരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വചനം വളരെ കൃത്യമായി പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ കൽപ്പനയാലാണ് ആകാശം ഉളവായത്. എവിടെയാ വായിക്കുന്നത്? ജനസിസ് ചാപ്റ്റർ 1 വേഴ്സസ് 6 to 8. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ
6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വെടിപ്പായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആകാശത്തിന്റെ സൃഷ്ടി വിവരണം. ഹൗ ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായ വിശ്വസമായ 2-ാം ദിവസം. ഒരു മിനിറ്റ്, ഒരു ആള് ജോയിൻ ചെയ്യുന്നത് ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. സൂട്ടിച്ചാൻ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആളിനെ കാണുന്നില്ല. തോമസ് സൂട്ടിച്ചാൻ്റെ റിക്വസ്റ്റ് കാണുന്നില്ലല്ലോ. ഇല്ല, റിക്വസ്റ്റ് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ എന്ന്, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളങ്ങളുടെ മധ്യേ, വെള്ളത്തിനും മധ്യേ ഒരു വേർപിരിവായ വിധാനമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അപ്പോൾ ആകാശം എന്താണ്? വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയാൽ ഉളവായതായ ആ വിധാനത്തിനാണ് ആകാശം എന്ന് പേരിട്ടത്. സോ ഹൗ ദ സ്കൈ ഹെവൻ ഈസ് ക്രിയേറ്റഡ്. ആകാശം എങ്ങനെയാണ് ഉളവായത്? ഉണ്ടാകട്ടെ എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചപ്പോഴാണ് ഉളവായത്. അപ്പോൾ എന്റെ കൈ തന്നെ അതിനെ വിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ആകാശം ഉളവായി, ആകാശം ഉണ്ടായി, ആകാശം സൃഷ്ടിക്കപ്പെട്ടു. ആകാശത്തെ സൃഷ്ടിച്ചിട്ട് അതിലെ സകല സൈന്യവും ഉണ്ടാക്കട്ടെ എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അതങ്ങനെ തന്നെ സ്ഥാപിതമായി. അവൻ അങ്ങനെ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായി തിരുവെഴുത്തുകൾ പറയുന്നത്, സൃഷ്ടിപ്പിന്റെ വിവരം എന്ന് പറയുന്നത് ഒരേ ഒരുവൻ മാത്രമായ സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉളവായി വരുന്നു. സങ്കീർത്തനം 103-ന്റെ 30 സങ്കീർത്തനം 104-ന്റെ 30-ാം വാക്യം മറന്നു പോകരുത്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് യഹോവയായ ദൈവത്തിന്റെ വചനം. അതിനെ തന്നെയാണ് ശ്വാസം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 33-6 യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവയൊക്കെയും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലരും നമ്മുടെ അടുത്തേക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളുമായി വന്നിട്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് എന്ന വാദവുമായി വരുന്നവരുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവാണ് സൃഷ്ടാവെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ആളുകളുമുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാം വാക്യം, ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. 3-ാം വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇതാണ് ആ വാക്യം.
ഇവിടെ ഏറ്റവും അധികം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ എന്ന പ്രയോഗമാണ്. അത് യേശുക്രിസ്തുവാണ് എന്നാണ് പലരുടെയും വാദം. പക്ഷെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് 3-ാം വാക്യത്തിൽ പറയുമ്പോൾ നമ്മൾ ഉളവായതിന്റെ വിവരണം ബൈബിളിലുള്ള വാചനങ്ങളെ എടുത്ത് പരിശോധിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വചനം എന്നത് യഹോവയായ ദൈവത്തിന്റെ വായിലെ ശ്വാസമാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അവന്റെ അരുളപ്പാടാണ്, അവന്റെ കൽപ്പനയാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ നമ്മൾ ചിന്തയ്ക്കായി എടുത്ത വചനഭാഗങ്ങളിലൂടെ വളരെ കൃത്യമായി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം, ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം തന്നെ അല്ലേ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു തർക്കവുമില്ല. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. പിന്നെ അത് വചനമാണോ അതോ ജഡമാണോ? വചനം ജഡമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വചനമാണോ ജഡമാണോ? യേശുക്രിസ്തു വചനമാണെന്നാണ് പറയുന്നത്. ബൈബിൾ ഒരു വാക്യത്തിൽ പോലും യേശുക്രിസ്തു വചനമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണെന്നോ യേശുക്രിസ്തു വചനമാണെന്നോ പറഞ്ഞിട്ടേ ഇല്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവുമായിട്ട് പലരും വരും. അവിടെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരുവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തുവാണെന്ന് പലരും സ്വപ്നം കണ്ടതാണ്. അത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ കുതിരപ്പുറത്തിരിക്കുന്നവന് ദൈവത്തിന്റെ വചനം എന്ന് പേര് പറയപ്പെടുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ യേശുക്രിസ്തുവാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആ കുതിരപ്പുറത്തിരിക്കുന്നവന് ദൈവത്തിന്റെ വചനം എന്ന് പേര് പറയപ്പെടുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ന് പേരുള്ളതാണെന്ന് മനസ്സിലായി. പക്ഷെ അത് യേശുക്രിസ്തുവാണെന്ന് അവിടെങ്ങും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നപ്പോഴാണ് യേശുക്രിസ്തു ഉളവായത് എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു എന്നാണ് 2-ാം വാക്യത്തിലെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹുട്ടോസ്. ഹുട്ടോസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹുട്ടോസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? അതിനെ ഈതർ സൈഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അവനെന്ന് എക്സാക്ട്ലി അവനെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അവൻ എന്നതിന് ഹോസ് എന്ന ഗ്രീക്ക് പദം വേറെയുണ്ട്. അത് അവനെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഹുട്ടോസ് എന്നുള്ള പദം അതിനെ അവനെന്നും പരിഭാഷപ്പെടുത്താം, ഒപ്പം തന്നെ അത് എന്നും പരിഭാഷപ്പെടുത്താം, അവൾ എന്ന് പരിഭാഷപ്പെടുത്താം. ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനാൽ എന്ന് വേണമെങ്കിലും, അല്ലെങ്കിൽ അത് ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു എന്നും പരിഭാഷപ്പെടുത്താവുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, വൈകാരികമായി ആളുകൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ അവനെന്ന് ഉപയോഗിച്ച് കാണും. അത് ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തുമില്ല. പക്ഷേ ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അവൻ എന്ന് മാത്രമല്ല പരിഭാഷപ്പെടുത്താവുന്നതെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രീക്ക് ബൈബിളിൽ നിന്ന് കോപ്പി ചെയ്ത ശേഷം വളരെ സിമ്പിളായിട്ട് ഗൂഗിളിലൊന്ന് അത് സെർച്ച് ചെയ്ത് നോക്കുക. അതിന് എന്തെല്ലാം വിധത്തിൽ പരിഭാഷ കൊടുക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ആകാവുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെന്ന് തന്നെ എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വൈകാരികമായി കാണുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എക്സാക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒട്ടോസ് എന്നുള്ള പദം അതെന്നും അവനെന്നും അവളെന്നും ദിസ് എന്നും ദാറ്റെന്നും ഒക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പദമാണ്. അപ്പോൾ സാധ്യതകളെ നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി സകലവും
അവൻ മുഖാന്തരം ഉളവായെന്ന് പറഞ്ഞാലും അത് മുഖാന്തരം ഉളവായതെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ മുന്നോട്ട് വരാം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് തന്നെ തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്താലാണ് ആകാശവും ഭൂമിയും ഒക്കെ ഉളവായതെന്ന് വളരെ കൃത്യമായി ബൈബിൾ ആദ്യോടൊന്നും പറയും. ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാണെന്നും വിശുദ്ധ തിരുവെഴുത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഈ യേശുക്രിസ്തു ഉണ്ടായി കഴിഞ്ഞ ശേഷം ദൈവത്തിന് വചനമില്ലേ? യേശുക്രിസ്തു ഉണ്ടായ ശേഷം ദൈവത്തിന് വചനമില്ലേ? മോശയോട് യേശുക്രിസ്തുവിനെ കുറിച്ച് വാഗ്ദത്തം കൊടുക്കുമ്പോൾ തന്നെ യഹോവയായ ദൈവം മോശയോട് പറയുന്നത്, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാം. മോശയോട് വാഗ്ദത്തം കൊടുക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് മോശയ്ക്ക് വാഗ്ദത്തം കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഈ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ യേശുക്രിസ്തു തന്നെയാണ് എന്നെങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശുവിനോട് കൂടെ നടന്ന ശിമിയോൻ പത്രോസും യോഹന്നാനും കൂടെ യഹൂദന്മാരോട് പറയുന്ന വാക്യം കിടക്കുകയാണ്, മോശ ഇങ്ങനെ പറഞ്ഞുവല്ലോ. അപ്പോൾ മോശയോട് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത പ്രകാരം എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് യേശുക്രിസ്തു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുമെന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്? എന്റെ വചനം അവന്റെ നാവിന്മേലാക്കും. അപ്പോൾ യഹോവയായ ദൈവം തന്റെ വചനം നാവിന്മേലാക്കി കൊടുക്കുവാനായി എഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ് യേശു എന്നുള്ളത് വിശുദ്ധ ബൈബിൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുന്നേൽപ്പിക്കപ്പെട്ടവന്റെ വായിലേക്ക് യഹോവയായ ദൈവം തന്റെ വചനമാക്കി കൊടുത്തു. ആ യഹോവയായ ദൈവം ഇവനോട് അരുളി ചെയ്യുന്നതൊക്കെയും ഇവൻ തന്റെ ജനത്തോട് സംസാരിക്കുമെന്നുമാണ് മോശയ്ക്ക് കൊടുത്തിരിക്കുന്നതായ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇതിനെ ഉറപ്പിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചോ വാക്യം. യോഹന്നാൻ 8:40. ഇനിയുണ്ട് വാക്യങ്ങൾ തരാം. യോഹന്നാൻ 8:40. ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. മതി. അപ്പൊ യേശുക്രിസ്തു എന്ത് ചെയ്തെന്നാണ്? ദൈവത്തോട് കേട്ടിട്ട് മനുഷ്യരോട് സംസാരിച്ചു. യേശുക്രിസ്തു എന്ന മനുഷ്യൻ ദൈവം പറഞ്ഞത് കേട്ടിട്ട് മനുഷ്യരോട് സംസാരിച്ചു എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്. A man who speaks the truth which is heard from God. ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യേശു വളരെ കൃത്യമായി പറഞ്ഞു, താൻ സംസാരിക്കുന്ന വചനം അല്ലെങ്കിൽ താൻ ഇവരോട് പറയുന്നത് തന്റെ സ്വന്തമല്ല, ദൈവത്തോട് കേട്ടതാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 49-50 വാക്യം 48 മുതൽ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. എന്റെ വചനം കൈക്കൊള്ള, യേശു പറയാണ്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. മനസ്സിലായോ? യേശു പറഞ്ഞ വചനം കൈക്കൊള്ളാതെ യേശുവിനെ തള്ളിക്കളയുന്നതിനെ ന്യായം വിധിക്കുന്ന ഒരുവനെ കുറിച്ച് യേശു അവിടെ സംസാരിക്കുന്നു. ആരാണ് ആ ഒരുവൻ? ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പൊ എന്ത് പറഞ്ഞു യേശു? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെയാണ് ഒടുക്കത്തെ നാളിൽ അവനെ എന്ന് പറഞ്ഞ ആരെയാണ്? യേശു പറഞ്ഞ വചനം കൈക്കൊള്ളാതെ യേശുവിനെ തള്ളിക്കളയുന്നവനെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്ന വിധികർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ അവൻ ആരാണ്? അത് യേശു സംസാരിച്ച വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഇനി ആ വചനം എന്താണെന്ന് യേശുക്രിസ്തു തുടർന്ന് വിശദീകരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയുണ്ട്. വായിക്കേ 49-ാം വാക്യം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല,
എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് പറയണമെന്നും ഇന്നത് ഇന്നത് സംസാരിക്കണമെന്നും സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. എനിക്ക് കൽപ്പന തന്നിരിക്കുകയാണ്. എന്നെ അയച്ച പിതാവ് തന്നെ എന്നോട് കൽപ്പന തന്നിരിക്കുകയാണ്, നീ ഇന്നത് സംസാരിക്കണം, ഇന്നത് പറയണമെന്ന്. അതുകൊണ്ട് അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഇനി ഈ പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് ഞാൻ അറിയുന്നു എന്നും യേശുക്രിസ്തുവോട് പറഞ്ഞു. അപ്പൊ നിത്യജീവൻ എന്താണ്? പിതാവിന്റെ കൽപ്പനയാണ് നിത്യജീവൻ. തുടർന്ന് ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ്, എന്നെ അയച്ച പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദത്തപ്രകാരം എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനായ യേശുവിന്റെ നാവിന്മേൽ യഹോവയായ ദൈവം ആക്കിക്കൊടുക്കുമെന്ന് പറഞ്ഞ വചനം, അത് യഹോവയായ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തു കേട്ടിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നു. യേശു സംസാരിച്ച വചനമാണ് ഒടുക്കത്തെ നാളിലെ വിധികർത്താവെന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ വചനമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാണ് വചനമെന്നാണ്. അപ്പോൾ യഹോവയായ ദൈവം അരുളി ചെയ്തതിന്റെ നിവൃത്തിയാണ് വചനം ജഡമായി തീർന്നു എന്ന് യോഹന്നാൻ 1:14 പറഞ്ഞിരിക്കുന്നു. വാട്ട് ഗോഡ് ഹാസ് സെഡ് ദാറ്റ് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. അങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. വചനം ജഡമായി തീർന്നു. ആ ജഡമായ യേശു ക്രിസ്തു ദൈവത്തോട് കേട്ട വചനം മനുഷ്യരോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം സൂക്ഷ്മതയോടെ പരിശോധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. യേശു ഭൂമിയിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആ അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്, അത് ഭക്ഷിക്കുന്നവനാണ് ജീവൻ പ്രാപിക്കുന്നതെന്ന് വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്കണം. യേശു ഭൂമിയിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ഇതാകുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഇതോ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്നൊക്കെ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് പലരും തെറ്റിദ്ധരിച്ചു, ഈ നിൽക്കുന്ന യേശു ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന യേശുവാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഈ യേശുവിനെ പിടിച്ച് തിന്നുന്നതാണ് യേശു സംസാരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് യേശുവിനെ വിട്ടുപോകാനായിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലന്മാരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമോൻ പത്രോസ് മറുപടി പറയുന്നത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നിത്യജീവൻ എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാടാണ്. നിത്യജീവൻ നൽകുന്ന വചനം എന്താണ്? യേശുവിനെ അയച്ച പിതാവിന്റെ വചനമാണ്, പിതാവിന്റെ അരുളപ്പാടാണ്. അതിനെ വിശുദ്ധ തിരുവെഴുത്ത് യഹോവയുടെ വായിലെ ശ്വാസമെന്നും യഹോവയുടെ വചനമെന്നും ദൈവത്തിന്റെ വചനമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ജനങ്ങളോട് സംസാരിച്ചവനാണ് യേശു ക്രിസ്തു. മനസ്സിലായോ? യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം വെച്ചുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ് സ്ഥാപിക്കുവാൻ വരുന്ന അനേകരെ ഞാൻ ഇക്കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഈ വാദങ്ങളൊന്നും നമ്മുടെ അടുത്ത് നടക്കാതെ പോകുന്നത് നമ്മൾ സൂക്ഷ്മതയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്റെ പ്രിയരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ സൃഷ്ടിപ്പിന്റെ വിവരം അറിയണം. യഹോവയായ ദൈവം തന്റെ ശ്വാസം അയക്കുമ്പോൾ ഒക്കെയും സൃഷ്ടിക്കപ്പെടുന്നു, ഉളവായി വരുന്നു. യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടാവുമില്ല. യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. യഹോവയായ ദൈവമല്ലാതെ ഒരു ദൈവവുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യഭാഗങ്ങളിൽ യഹോവയായ ദൈവം തന്നെ അരുളി ചെയ്യുന്നത്, ഞാൻ യഹോവയാകുന്നു. ഞങ്ങൾ യഹോവയാണെന്നല്ല. പലരും കുറേയേറെ യഹോവമാരുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. യേശുക്രിസ്തു യഹോവയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു വിധമായ പഴുതും കൊടുക്കാതെ യെശയ്യാ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഇനി വേറെ യഹോവയും കൊണ്ട് നീ ഒന്നും ഇങ്ങോട്ട് വരണ്ടെന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. മനസ്സിലായോ? ഞങ്ങൾ യഹോവയാണെന്നല്ല, ഞാൻ സിംഗിൾ പേഴ്സൺ
യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിനു തന്നെ ഈ അറിവ് പ്രാപിച്ചവൻ ഒരിക്കലും 2-3 യഹോവമാരെ പടച്ചുണ്ടാക്കാൻ നടക്കയില്ല, 2-3 ദൈവങ്ങളെ പടച്ചുണ്ടാക്കാൻ നടക്കുകയില്ല. ഈ അറിവ് പ്രാപിച്ചവനൊക്കെയും യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും യേശുക്രിസ്തു യഹോവയായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി മനസ്സിലാക്കും. അപ്പോൾ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിനു തന്നെ എന്ന് വളരെ കൃത്യമായി യഹോവയായ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു, എന്റെ കൈ തന്നെയാണ് ഈ പ്രവൃത്തികളൊക്കെയും ചെയ്തതെന്ന് വളരെ കൃത്യമായി അവിടെ യഹോവയായ ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. വാട്ട് എവർ ഇറ്റ് മേ ബി എക്സിസ്റ്റിംഗ്, ദാറ്റ് ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ യാഹ്വേ. യാഹ്വേ എന്ന ഒരേ ഒരുവൻ തന്നെയാണ് സകലത്തെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കൂട്ടുകക്ഷിയും പങ്കാളിയുമില്ല. എന്റെ പ്രിയരെ, നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരേണ്ടത് വളരെ ആവശ്യമാണ്. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഈ പരിജ്ഞാനമുള്ളവരായതുകൊണ്ടാണ് അവര് ഒന്നടങ്കം ഒരുപോലെ 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എടുക്കേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24 മുതൽ അങ്ങോട്ട് എടുത്തേ, ഒന്ന് വായിച്ചേ. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ. ആരെയാ വിളിക്കുന്നത്? ദൈവത്തോട് അവർ വിളിച്ചു പറയുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ. ഈ നാഥൻ ആരാണ്? സങ്കീർത്തനങ്ങൾ 2-ലെ 2 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബാക്കി പറയുന്നത്. വായിച്ചോ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ യഹോവയ്ക്ക് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധയാത്മാവിനാൽ അരുളി ചെയ്തവനെ. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ യഹോവ എന്ന് എന്നേക്കും നാമമുള്ള ഒരേ ഒരുവൻ മാത്രമായ ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധ ദാസനാണ് യേശു എന്ന തിരിച്ചറിവ് യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർക്കുണ്ടായി. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വിവരമുണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലശേഷം സഭയിൽ കടന്നുകൂടിയ കൊടിയ ചെന്നായ്ക്കൾ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അവരെഴുന്നേറ്റിട്ട് ദൈവത്തെ വലിച്ചു കീറി 2ഉം 3ഉം ഒക്കെ ആക്കി ആകപ്പാടെ ആട്ടിൻകൂട്ടത്തെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളഞ്ഞു, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളഞ്ഞു. ആ ഉപദേശമാണ് ഇന്ന് ബഹുകോടികൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വിപരീത ഉപദേശം. എന്റെ പ്രിയരെ, സകലത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനും യേശുക്രിസ്തുവിന്റെ ദൈവമായ ഒരേ ഒരുവൻ മാത്രമാണ്. അവന്റെ വായിലെ ശ്വാസത്താൽ, അവന്റെ കൽപ്പനയാൽ, അവന്റെ അരുളപ്പാടിനാൽ സകലതും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുക. നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്ന് ഒരുത്തനും നമ്മെ വഴിതെറ്റിച്ചു പോകുവാൻ അനുവദിക്കാതെ വണ്ണം തിരുവെഴുത്തുകളോട്
ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ തിരുവെഴുത്തുകളോട് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മളുടെ ചുവടുകളെ നിത്യജീവന്റെ പ്രത്യാശയിൽ തന്നെ മുന്നോട്ട് വയ്ക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ സജ്ജമാകട്ടെ. അതിനായി നമ്മുടെ ചുവടുകൾ ഒരുങ്ങട്ടെ. നമ്മുടെ ചിന്ത, നമ്മുടെ സമർപ്പണം ഇതൊക്കെയും ഏക സത്യ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവനായുള്ള ചുവടുകൾ മുന്നോട്ട് വയ്ക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മുടെ തോമസ് കുട്ടിച്ചായനെ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യ